ഹായ് എവ്രി വൺ. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയെ പറ്റിയാണ്. മെറ്റ്ഫോർമിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ കുറേ ആളുകൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. സോ മെറ്റ്ഫോർമിൻ ഇഫ് യു ടേക്ക് ഇറ്റ് ഫോർ എ ലോnger പീരീഡ് ഓഫ് ടൈം യു ക്യാൻ ബി വൈറ്റമിൻ B12 ഡെഫിഷ്യൻറ്റ്. പക്ഷെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാവാം. അതിൽ മെയിനായിട്ടുള്ളത് വീഗൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിൽ. കാരണം ആനിമൽ പ്രോഡക്ട്സിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ B12 ഒരു ഡയറ്ററി സോഴ്സ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഓൾഡർ പീപ്പിൾ ലൈക്ക് ആഫ്റ്റർ ദ ഏജ് ഓഫ് 60 നമ്മുടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന വൈറ്റമിൻ B12 ലൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ വൈറ്റമിൻ B12 നമ്മൾ ലെവൽ ചെക്ക് ചെയ്യണം. അത് ലെവൽ ചെക്ക് ചെയ്തിട്ട് ലോ ലെവൽ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ വൈറ്റമിൻ B12 റിപ്ലേസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ ഒരു 400 to 900 ഒരു റീസണബിൾ റേഞ്ചാണ് നമ്മുടെ ലാബ് ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ. ലെസ് ദാൻ 400 അല്ലെ ഒരു 350 ആൻഡ് ലെസ് ആണെങ്കിൽ റിപ്ലേസ്മെന്റ് അതിന്റെ സപ്ലിമെന്റ് നമ്മൾ ഡെയിലി ഇഞ്ചക്റ്റബിൾ ഫോമിലോ അല്ലെങ്കിൽ പിൽ ഫോമിലോ എടുക്കേണ്ടതാണ്. കാരണം ലാബ് ചെക്ക് ചെയ്യാതെ ഒരിക്കലും സ്വയമായിട്ട് വൈറ്റമിൻ B12 എടുക്കരുത്. കാരണം അത് ഓവർ ആയാലും പ്രോബ്ലംസ് ഉണ്ട്, വാട്ടർ റിറ്റൻഷൻ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് വൈറ്റമിൻ B12 ഡെഫിഷ്യൻ്റ് ആണോ എന്ന് നിങ്ങളുടെ പ്രൊവൈഡർ ത്രൂ ചെക്ക് ചെയ്യുക. അതിന് മെയിൻ ആയിട്ടുള്ള കുറേ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പെയിൽ ആൻഡ് ജോണ്ടിസ്ഡ് സ്കിൻ ഉണ്ടാവാം. കാരണം പെയിൽനെസ് ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷനിൽ ഒരു മേജർ റോൾ ഉണ്ട് വൈറ്റമിൻ B12. സോ റെഡ് ബ്ലഡ് സെൽസ് കറക്റ്റായിട്ട് ഉണ്ടായില്ലെങ്കിൽ നമ്മളുടെ റെഡ് ബ്ലഡ് സെൽസ് ആണ് നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്. സോ റെഡ് ബ്ലഡ് സെൽസ് കറക്റ്റായിട്ട് ഇനഫ് ഫോമിലും ഹെൽത്തി ഫോമിലും ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് പെയിൽനെസ് ഉണ്ടാകാം. പിന്നെ ഇതേ റെഡ് ബ്ലഡ് സെൽസ് തന്നെ ഡൈഡായി പോകുമ്പോഴത്തേനും മെഗലോബ്ലാസ്റ്റിക് അനീമിയ, അതായത് മെഗലോബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്, അതായത് ഫാറ്റ് ആൻഡ് ലാർജ് ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാകുന്നു. അതുകൊണ്ട് മെഗലോബ്ലാസ്റ്റിക് അനീമിയയും ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഉണ്ടാകാം. പിന്നെ ജോണ്ടിസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ മെഗലോബ്ലാസ്റ്റ് ക്യാൻ ടേൺ ഇൻ ടു ബിലിറൂബിൻ. അങ്ങനെ നമുക്ക് യെല്ലോയിഷ് സ്കിന്നും സ്ക്ലീറ ഓഫ് ദ ഐസ് ഇതൊക്കെ സംഭവിക്കും. അതൊക്കെയാണ് സിംറ്റംസ്. സോ പിന്നെ വീക്ക്നെസ് ആൻഡ് ഫറ്റീഗ് മറ്റൊരു സിംറ്റമാണ്. സെയിം ബിക്കോസ് ഓഫ് ദ ആർബിസിസിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇനഫ് വൈറ്റമിൻ B12 ഇല്ലാതെ വരുമ്പം റെഡ് ബ്ലഡ് സെൽസ് ആണ് നമുക്ക് ഓക്സിജൻ തരുന്നത്. അത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ബ്ലഡിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്. സോ റെഡ് ബ്ലഡ് സെൽസിന് ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ വീക്ക്നെസ് ആൻഡ് ഫറ്റീഗ് ഉണ്ടാകുന്നു. അതേ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഓക്സിജൻ ക്യാരി ചെയ്യുന്ന കപ്പാസിറ്റി ആർബിസിസിന് കുറയുമ്പോൾ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തും ഉണ്ടാവാം. പിന്നെ പെരിഫറൽ ന്യൂറോപ്പതി മറ്റൊരു മെയിൻ റീസൺ ആണ്, ഒരു സിംറ്റമാണ്. കാരണം നമ്മുടെ നെർവ്സിനെ കവർ ചെയ്യുന്ന മൈലിൻ്റെ ഒരു ഫോർമേഷനിലും മെയിൻ റോൾ ഉണ്ട് വൈറ്റമിൻ B12. അതുകൊണ്ട് നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും വൈറ്റമിൻ B12 ചെക്ക് ചെയ്യണം നമ്മൾ. അതുകൊണ്ടാണ് സൈക്കിലും ന്യൂറോളജിയിലും ഒക്കെ ചെല്ലുമ്പോൾ വൈറ്റമിൻ B12 തൈറോയിഡ് ലെവൽസും മെയിനായിട്ട് അവർ ചെക്ക് ചെയ്യാറുണ്ട്. സോ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഡയബറ്റീസ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിംറ്റം കൂടെയാണ്. അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതിക്ക് പല റീസൺസ് ഉണ്ട്. പക്ഷെങ്കിൽ വൈറ്റമിൻ B12 ഒരു ഫാക്ടറാണോ എന്ന് നമ്മൾ ലാബ് ലെവൽ വഴി ചെക്ക് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെ ബ്ലഡ് വിഷൻ ഉണ്ടാവാം. സെയിം തിങ് ഒപ്റ്റിക് നെർവിനെ കവർ ചെയ്യുന്ന മൈലിൻ ഷീത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു ഡെഫിഷ്യൻസി ഉണ്ടാകും. മൈലിൻ കവറേജ് ഇല്ലാതെ വരുമ്പോൾ ബ്ലഡ് വിഷൻ ഉണ്ടാകാം. അതുപോലെ മൂഡ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് ആൻഡ് ഡിപ്രഷൻ അതിനും ഒരു മെയിൻ ഒരു കാരണമായിട്ട് വൈറ്റമിൻ B12 വരെ. ഇത് നമ്മൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ വൈറ്റമിൻ B12 ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിംറ്റംസ് പറയുമ്പോൾ നിങ്ങളുടെ പ്രൊവൈഡർ തന്നെ അത് ചെക്ക് ചെയ്യും. എസ്പെഷ്യലി മെറ്റ്ഫോർമിനിൽ ലോnger പീരീഡ് ഓഫ് ടൈം. ഞാനിത് ഡയബറ്റീസിന്റെ ഭാഗമായിട്ടാണ് വൈറ്റമിൻ B12 മെൻഷൻ ചെയ്തത്. അതൊരു ചെറിയ കാര്യമല്ല. So it's very important to check your vitamin B12 level if you are experiencing any of this, or if you are in any of these categories. All right, thank you.